ഹായ്, ഇന്നത്തെ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് ഇതൊരു അന്വേഷിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര സാധനം എന്തോ ആയിക്കോട്ടെ, അത് സമയമെടുത്ത് അതിൻ്റെ രുചിയും മണവും എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നതിനാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കഴിക്കുന്നത് വഴി ആ ഒരു ആഹാരത്തിൻ്റെ രുചിയും മണവും എല്ലാം നമ്മുടെ ബ്രെയിനിന് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ദഹന പ്രക്രിയ ഈസിയാക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ആഹാരം കഴിച്ചാൽ തടിക്കുന്നുള്ള പ്രശ്നമില്ലേ, അതുവരെ ഒരു നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചു, അതിനുശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം നിങ്ങളോട് ആരോടും ചോദിക്കണം ഉച്ചയ്ക്ക് കഴിച്ചോ, എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളെല്ലാവരും ഒരു 5-10 മിനിറ്റ് ആലോചിച്ചിട്ടാണ് നമ്മൾ കഴിച്ച ഫുഡ് എന്താണെന്ന് ഒരാൾക്ക് ഉത്തരം കൊടുക്കുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് അറിയോ? നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ് കാണാതിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻഗേജ്ഡ് ആയിരിക്കാം, മെസ്സേജ് ചെയ്യാതിരിക്കാം, എന്തിന് ചിലപ്പോൾ TV കണ്ടുകൊണ്ടായിരിക്കാം ഫുഡ് കഴിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ മണമോ സ്വാദോ ഒന്നും ആസ്വദിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ബ്രെയിൻ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും പാസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, ബ്രെയിനിൻ്റെ അടുത്തേക്ക് പാസ് ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കുന്നത് ഒന്നുകിൽ മൊബൈൽ ഫോണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഗെയിമിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലായിരിക്കും. സോ നല്ലൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്നും അടിപൊളിയായിരിക്കും. നല്ലൊരു ഹെൽത്തി ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്ന് മുതൽ നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരവും മറ്റു പ്രവൃത്തികളെല്ലാം മാറ്റിവെച്ച് ആഹാരത്തിൻ്റെ മണവും രുചിയും ആസ്വദിച്ച് സമയമെടുത്ത് കഴിച്ചു നോക്ക്. മാറ്റം നിങ്ങൾക്ക് അറിയാനുണ്ടാവും.